എവരിവൺ, ഈ ഒരു വീഡിയോ ഡിസംബർ ലാസ്റ്റ് വരുന്ന കുറച്ച് ദിവസങ്ങളിലെ വിശേഷങ്ങളാണ് കേട്ടോ. നമ്മുടെ ക്രിസ്മസ് സ്റ്റാർട്ട് ചെയ്തത് പ്ലം കേക്ക് കട്ട് ചെയ്തിട്ടായിരുന്നു കേട്ടോ. ക്രിസ്മസ് കുർബാന കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നപ്പോഴേക്കും നല്ല ബീഫ് സ്റ്റൂവും ബ്രെഡും ബിന്തോവും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. അടുത്ത വീട്ടിലെ ആൻറ്റി നമുക്ക് ഡക്ക് കറിയും അതുപോലെ തന്നെ ബീഫും പ്ലം കേക്കും വൈനൊക്കെ ആയിട്ട് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു നോക്കണ്ടേ. സെയിം താറാവ് കറി ഉണ്ടായിരുന്നു, ബീഫ് ഉണ്ടായിരുന്നു. ബിന്തമ്മ വെറൈറ്റി ആയിട്ട് പരീക്ഷിച്ച ഒന്നാണ് പോർക്ക് വിന്താലു. സക്സസ് ആയെന്ന് മാത്രമല്ല നല്ല ടേസ്റ്റ് ആയിരുന്നു. ഈവനിങ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പച്ചൻ്റെ അമ്മയുടെ അടുത്തേക്കാണ് പോയത്. നമ്മൾ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് പുൽക്കൂടൊക്കെ സെറ്റ് ചെയ്യുന്നത്. കാരണം നമ്മുടെ വീട്ടിൽ 2 ബേബീസ് ഉണ്ട്, എമ്മയും അതുപോലെ തന്നെ സായയും. അങ്ങനെ അവിടെ ക്രിസ്മസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് എഗെയിൻ കേക്ക് മുറിച്ചിട്ടായിരുന്നു. അച്ഛനും അപ്പച്ചനും കൂടിയാണ് കേക്ക് മുറിച്ചത് കേട്ടോ. ഈ ഫുഡാണല്ലോ എല്ലാ ഫെസ്റ്റിവലിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ട്. അതുകൊണ്ട് തന്നെ വളരെ വൈകാതെ തന്നെ നമ്മൾ ഫുഡിലേക്ക് കടന്നു. വീട്ടിലെല്ലാം പ്രിപ്പയർ ചെയ്തത് കട്ട്ലേറ്റും അപ്പവും സ്റ്റൂവും ചിക്കൻ ഫ്രൈയും ബീഫ് വിന്താലും പ്രോൺസ് ഫ്രൈയും അടിപൊളി പൈനാപ്പിൾ ചോറൊക്കെ ആയിരുന്നു കേട്ടോ. വീട്ടിലെ വലിയ ആളുകളും അതുപോലെ തന്നെ വീട്ടിലെ ചെറിയ ആളുകളും ആയിരുന്നു ആദ്യം ഫുഡ് കഴിക്കാൻ വേണ്ടി. പ്ലസ് ഞാനും ചേച്ചിയും ചേട്ടനൊക്കെ ആയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നു. ആക്ച്വലി നമ്മുടെ ഫാമിലി കുറച്ച് ഇൻകംപ്ലീറ്റ് ആയിരുന്നു, കാരണം വിഷ്ണു ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു വിഷമം എല്ലാവർക്കും തന്നെ ഉണ്ടായിരുന്നു. ലാസ്റ്റ് കുറച്ച് കലാപരിപാടികളോട് കൂടി നമ്മുടെ പരിപാടിയോട് അവസാനിക്കുകയാണ്. 2 കുഞ്ഞുങ്ങളും ഡാൻസ് കളിച്ച് ക്ഷീണിച്ചതോടെ അവരൊന്ന് ഉഷാറാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ പാരൻസും ചേച്ചിയും ചേട്ടനും കൂടി രംഗത്തിറങ്ങി. ഇനിയിപ്പോൾ ക്രിബിന് എന്താ സംഭവിച്ചെന്ന് കാണണ്ടേ. ഇനി അതവിടെ വയ്ക്കുന്നത് അത്ര സേഫ് അല്ലെന്ന് അപ്പച്ചന് മനസ്സിലായതോടു കൂടി അത് നമ്മൾ നേരെ കൊണ്ട് മതിലിലേക്ക് എടുത്ത് വെച്ചു. അതാകുമ്പോൾ സേഫാണ്, കയ്യത്തില്ല. 29th എനിക്ക് ഡിസംബറും ജാനുവരിയും വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള മന്താണ്. അതിന് റീസണും കൂടിയുണ്ട് കേട്ടോ. അപ്പച്ചൻ്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറിയുടെ ഒപ്പം തന്നെയാണ് വിഷ്ണുവിൻ്റെ ബർത്ത്ഡേ വരുന്നത്. അതുകൊണ്ട് തന്നെ നേരെ പള്ളിയിൽ പോയി കുർബാന കൂടി. അങ്ങനെ നമ്മൾ കേക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് നേരെ ഒരു ക്വാളിറ്റി ബേക്കറിയിലൊക്കെയാണ് കേട്ടോ പോയത്. 31st വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ ഇപ്രാവശ്യത്തെ. മധുരം നമ്മുടെ വീട്ടിൽ അധികം ചിലവാകാത്തത് കൊണ്ടിട്ട് തന്നെ വളരെ ചെറിയൊരു കേക്കാണ് നമ്മൾ മേടിച്ച് വെച്ചത്. അതിൽ തന്നെ വിഷ്ണുവിൻ്റെ ബർത്ത്ഡേയും കൂടി നമ്മൾ എഴുതി കേട്ടോ. ഇപ്രാവശ്യത്തെ എൻ്റെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ക്യാമറമാൻ എന്ന് പറയുന്നത് എൻ്റെ ഫാദറിൻ്റെ അനിയൻ്റെ മകളായിരുന്നു. അപ്പോൾ അനിയത്തിയുടെ പേര് വന്നിട്ട് റൂത്ത് എന്നാണ്. അടുത്തുള്ളത് എൻ്റെ എൽഡർ സിസ്റ്ററാണ് ആൻഡ് ഹെർ നെയിം ഈസ് രേഷ്മ. അങ്ങനെ നമ്മുടെ നീണ്ട കാത്തിരിപ്പിന് ശേഷം ചേട്ടൻ എത്തിയിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ വെഡിങ് ആനിവേഴ്സറി 31ാമത്തെ ആയിരുന്നു. ലാസ്റ്റ് വെഡിങ് ആനിവേഴ്സറി വിഷ്ണുവിൻ്റെ ബർത്ത്ഡേ ഒക്കെ നമ്മൾ വളരെ അടിപൊളിയായിട്ട് കഴിഞ്ഞ പ്രാവശ്യം സെലിബ്രേറ്റ് ചെയ്തായിരുന്നു കേട്ടോ. കേക്ക് ആര് കട്ട് ചെയ്യും എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. വളരെ സ്ട്രഗിളിന് ശേഷം 4 പേരും കൂടി ലാസ്റ്റ് കട്ട് ചെയ്തു. ദ വെരി നെക്സ്റ്റ് ഡേ ഞാനും റൂത്തും കൂടി ചെറിയ രീതിയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പലഹാരം വരെ പോയിട്ടുണ്ടായിരുന്നേ. റൂത്ത് വന്നിട്ട് ബാംഗ്ലൂരിലാണ് താമസിക്കുന്നത്. ഇവിടെ ഫ്രണ്ട്സിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നാട്ടിലേക്ക് വന്നത്. അതുകൊണ്ടിട്ട് തന്നെ വെറൈറ്റി ഫുഡ് വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പലഹാരത്തിലേക്ക് കയറിയത് കേട്ടോ. കുഴിമന്തിയും ബിരിയാണി അല്ലാതെ എന്ത് ഫുഡ് ഞാൻ കോൺഫിഡൻ്റ് ആയിട്ട് മേടിച്ച് കൊടുക്കുന്നുള്ള ടെൻഷനിലായിരുന്നു. താങ്ക്ഫുള്ളി പെരുന്നാൾ ചോറായിരുന്നു ഓർഡർ ചെയ്തത്. ആൻഡ് യെസ്, ഇറ്റ് വാസ് റിയലി ഗുഡ്. ദ ലാസ്റ്റ് ഡേ ഓഫ് 2024 ഞാനും റൂത്തും കൂടെ ഞങ്ങളുടെ ആൻറ്റിയുടെ വീട്ടിലേക്കാണ് കേട്ടോ പോയത്. ഞങ്ങൾ ഏകദേശം ഒരു ഈവനിങ് ഒക്കെ ആയപ്പോഴാണ് കേട്ടോ എത്തിയത്. ഞങ്ങൾ നേരെ പോയത് സെമിട്രിയിലേക്കായിരുന്നു. ഞങ്ങളുടെ അങ്കിള് ഞങ്ങളെ വിട്ടു പോയിട്ട് ഏകദേശം 1 year ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്യാൻഡിൽസ് വെക്കാനും അതുപോലെ തന്നെ പ്രാർത്ഥിക്കാനും കൂടിയാണ് പോയത്. 11:30 ആയപ്പോഴേക്കും നമ്മൾ പാതിര കുർബാനയ്ക്ക് വേണ്ടിയിട്ട് പോയിട്ടോ. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥനയോടുകൂടെ എല്ലാവരെയും പോലെ തന്നെ ഈ ഒരു 2025 വെൽക്കം ചെയ്തു. ഹോളി മാസിന് ശേഷം അച്ഛൻ എല്ലാവർക്കും തന്നെ ഓരോ കോയിൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ഞങ്ങളുടെ റോസി ആൻറ്റി. ഞാൻ എപ്പോഴും വിളിക്കുന്നത് മമ്മി എന്നാണ്, അതുപോലെ തന്നെ അങ്കിളിനെ ഡാഡി എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ കുർബാനയ്ക്ക് ശേഷം നമ്മളെല്ലാവരും വിഷ് ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് വന്നു കേട്ടോ. നമ്മൾ നേരെ പോയിട്ട് ചായ കുടിച്ചു. അതുപോലെ തന്നെ ന്യൂ ഇയർ ആയിരുന്നല്ലോ, കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവരും ഷെയർ ചെയ്ത് കഴിച്ചു. ഒത്തിരി സംസാരിച്ച് ഏകദേശം ഒരു 4:30 5 o'clock ആയിട്ടുണ്ട് ഞങ്ങൾ ഉറങ്ങാറായപ്പോൾ. സോ ദ നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ ഉച്ചയ്ക്കാണ് ആക്ച്വലി എഴുന്നേറ്റത്. സിനിമ ഏത് സിനിമ അറിയില്ല. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഒരു സിനിമയ്ക്കാണ് കേട്ടോ പോയത്. നമ്മുടെ ബ്രദറിൻ്റെ പേര് തരുൺ എന്നാണ്. തരുണിനെ ചേട്ടൻ്റെ വൈഫ് അലീനയും മമ്മിയും റൂത്തൊക്കെ ആയിട്ടാണ് സിനിമയ്ക്ക് വേണ്ടി പോയത്. ബറോസിൻ്റെ 3D ആണ് നമ്മൾ കാണാൻ വേണ്ടി പോയത്. ഉറങ്ങാതിരിക്കാൻ ഞാൻ മാക്സിമം എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്തു. പക്ഷേ ഞാനതിൽ ഒറ്റപ്പെട്ടു പോയി. ബാക്കി 4 പേരും ഇടയ്ക്ക് ഉറങ്ങുന്നുണ്ടായിരുന്നു. നല്ലൊരു സൺസെറ്റൊക്കെ കണ്ട് പുതുവത്സര പരിപാടികളൊക്കെ നമ്മുടെ റോഡിൽ നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ചെറിയ വ്യൂസൊക്കെ ആസ്വദിച്ച് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചിട്ടോ.